ടാറ്റ ഹാരിയർ .tv ഓടിക്കാൻ ഞാൻ വീണ്ടും ഡൽഹിയിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ ഓഫ് റോഡ് പെർഫോമൻസ് എല്ലാ വീഡിയോ കണ്ടിട്ടുണ്ടാവും. സോ ഇന്ന് എന്താണ് ഡിഫറൻറ്റ്? അപ്പോൾ ഞാൻ വിചാരിച്ചു സ്ഥിരം ചെയ്യുന്ന റിവ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ ഭാഗത്തിൽ അറിയേണ്ട കാര്യം ഇത് എത്ര റേഞ്ച് നൽകും. ഓബിയസ്ലി ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആരാന്ന് നമുക്കറിയാൻ പറ്റും. XEV9e ആണ്. സോ 9e ഭയങ്കര രസകരമായിട്ട് സെൽ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പറഞ്ഞ റേഞ്ച് തന്നെയാണ്. സോ ഈ ഒരു ഭാഗത്തിന് അടുത്ത് എത്താൻ പറ്റുമോ നോക്കാം. പക്ഷേ നമ്മുടെ ഡ്രൈവ് കുറച്ച് ഡിഫറൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു EV ഓടിക്കുന്ന പോലെയല്ല ഓടിക്കുക. നമ്മളിതിനെ റിയലിസ്റ്റിക് ആയിട്ട് ഓടിക്കും. അതായത് ഒരു സാധാ ഐസ് വാഹനം ഓടിക്കുന്ന പോലെ. ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ അകത്തിരിക്കുന്ന ബാറ്ററിയും അതുപോലെ എൻ്റെ കൂടുതലുള്ള വേർഷനെ കുറിച്ച് ഞാൻ പറയാം. ഇതിൻ്റെ ടോപ്പ് എൻഡ് ആണ്. ഇതിനകത്ത് 75 kWh ബാറ്ററിയാണ്. അത് വെച്ച് കമ്പനി പറയുന്ന 2 റേഞ്ചാണ്. ഒന്ന് MIDC റേഞ്ച്. MIDC എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിന് 600 km+ ആണ് കമ്പനി പറയുന്ന റേഞ്ച്. പക്ഷേ ടാറ്റയുടെ ഒരു പ്രത്യേകത ഉണ്ട്. അവർ C75 എന്ന റേഞ്ച് പറയാറുണ്ട്. അതായത് റിയലിസ്റ്റിക് റേഞ്ച് അത് അറൗണ്ട് 500 km ആണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിയലിസ്റ്റിക് റേഞ്ചാണ്. അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കാണുമ്പോൾ പറയാൻ പറ്റും. നമ്മൾ ഈ വാഹനം ഓടിക്കുന്നത് സാധാ ഒരു ഐസ് വാഹനം ഓടിക്കുന്ന പോലെയാണ്. അപ്പോൾ ഐസ് വാഹനത്തെ പ്രത്യേകത എന്താ? ഡ്രൈവിംഗ് പാറ്റേൺ ഞാൻ മാറ്റില്ല. അതുമാത്രമല്ല സ്പോർട്ട് മോഡിലായിരിക്കും വണ്ടി. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ റീജൻ ഉണ്ട്. നമ്മൾ റീജൻ കംപ്ലീറ്റ്ലി ഓഫ് ആക്കും. അതുപോലെ AC ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ വാഹനം ഓടിക്കാൻ പോകുന്നത്. അതിനുശേഷം കിട്ടുന്ന റേഞ്ചാണ് റിയലിസ്റ്റിക് ഓൾ തിങ്സ് ഓട്ടോ റേഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ഡൽഹിയിലാണ്. ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന റൂട്ട് ഞാൻ സെലക്ട് ചെയ്തത് ജയ്പൂർ വരെ പോകാം. അപ്പോൾ NCR നിന്ന് ജയ്പൂർ വരെ പോയിട്ട് തിരിച്ചു വരാം. അതുപോലെ നമുക്ക് മാക്സിമം ഡ്രൈവ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഫൈനൽ വേർഡിക്റ്റ് ഞാൻ പറയുന്നത് സെയിം ഹോട്ടലിൽ എത്തിയിട്ടാണ്. അപ്പോൾ SOCയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സോ അത് വെച്ച് നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി എല്ലാ വിശേഷങ്ങളും ഓൺ ദ വേയിൽ. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. അങ്ങനെ നമ്മൾ മാപ്പിൽ ജയ്പൂർ ഇട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ജയ്പൂർ 282 km ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ റേഞ്ച് വെച്ചിട്ട് നമുക്ക് പോയി വരാൻ പറ്റും. പക്ഷേ അത് റിസ്ക് ആണ്. കാരണം വൈകിട്ട് തിരിച്ചു പോകണം. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു നോർമൽ റേഞ്ച് നമുക്കറിയാൻ പറ്റും. ഇവിടുന്ന് പോകുമ്പോൾ എത്രത്തോളം SOC ഇൻടേക്ക് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ പോയിട്ട് ജയ്പൂർ എത്തിയില്ലെങ്കിൽ അതിന് മുമ്പ് നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വന്നതിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പോകുന്നത്. സോ റിയലിസ്റ്റിക് റേഞ്ച് ടെസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കള്ളത്തരം കാണിക്കില്ല. സോ നിങ്ങൾക്ക് ടാറ്റ ഹാരിയർ .tv എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ളായി കാണാം. റേഞ്ച് ടെസ്റ്റ് മാത്രമല്ല ഈ മാത്രമല്ല എല്ലാ ഫീച്ചേഴ്സും ഞാൻ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്പോർട്ട് മോഡിലാണ്. റീജൻ നില്ലാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ SOC കാണിക്കുന്നത് 435 ആണ്. രസകരമായിട്ടുള്ള ഡ്രൈവ് ആയിരിക്കും. സോ നമുക്ക് ഡൽഹിയിൽ നിന്ന് പുറത്തിറക്കാം. ഡൽഹിയിലെ NCR മാത്രമല്ല നോർത്തിൽ എവിടെ വണ്ടി ഓടിച്ചാലും പശുക്കളാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. അപ്പോൾ റൂട്ടിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എഡാസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ടാറ്റ ഹാരിയർ .tvയുടെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന റിവ്യൂ എങ്ങനെയാ വെച്ചാൽ വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ കുറിച്ച് സംസാരിക്കും, ഇൻറ്റീരിയറെ കുറിച്ച് സംസാരിക്കും. സോ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ നിങ്ങൾ കണ്ട് ആക്ച്വലി ശീലമായി നിങ്ങൾക്ക് ഈ വണ്ടി. ഇത് വലിയ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഐസ് വാഹനം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി ഈ വാഹനത്തിനകത്ത് എനിക്കിഷ്ടപ്പെട്ട കുറേ സംഭവങ്ങൾ പറയാം. അത് മാത്രമല്ല ഓബിയസ്ലി ഞാൻ BEയും അതുപോലെ XEV9e ഓടിച്ചിട്ടുണ്ട്. സോ ഓബിയസ്ലി ചെറിയൊരു കമ്പാരിസൺ കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വണ്ടി എടുത്തപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വന്നത് ഇതിൻ്റെ സസ്പെൻഷനിലാണ്. അതിൻ്റെ റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാനിപ്പോൾ XEV9e ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അതിൻ്റെ അത് ഫൈലിംഗ് സസ്പെൻഷൻ വരുമ്പോൾ ഇത്രത്തോളം നല്ല രീതിക്ക് ബംപ്സും അതുപോലെ പോർട്ട് ഹോൾസിനൊക്കെ അത് അബ്സോർവ് ചെയ്യുന്നല്ലോ. സോ അതൊരു ബെഞ്ച് മാർക്കാക്കി അതിനുശേഷം ഈ ഒരു വണ്ടി ഓടിച്ചപ്പോൾ ഉറപ്പായിട്ടും അതാണ് എനിക്ക് ആദ്യം ജഡ്ജ് ചെയ്യാൻ തോന്നിയത്. സോ ആദ്യം അത് ജഡ്ജ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ റെഗുലർ ഒരു ഐസ് ഹാരിയർ വെച്ച് നോക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ BE അല്ലെങ്കിൽ XE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് BE വെച്ച് കമ്പയർ ചെയ്യുന്നില്ല കാരണം കുറച്ചുകൂടി സ്റ്റിഫാണ്. പക്ഷേ XE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ നമുക്ക് അതിനൊരു 80 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് അറൗണ്ട് ഒരു 78 to 79 മാർക്ക് കൊടുക്കാം. ലൈക്ക് ഭയങ്കര മാച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഇവരതിൻ്റെ അകത്ത് ഫൈലിംഗും അങ്ങനെ ഒന്നും പറയുന്നില്ല സസ്പെൻഷൻ്റെ കേസിൽ. പക്ഷേ ഇതിൻ്റെ മൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. സോ ആ ഒരു മൗണ്ട് മാറുമ്പോൾ അത് മാത്രമല്ല റീകാലിബ്രേഷനൊക്കെ വന്നപ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. സോ ഭയങ്കര എന്താ പറയുക ഇംപ്രഷനാണ് ഇത് നൽകിയത് എനിക്ക് ഈ വണ്ടി ഫസ്റ്റ് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ. സോ 8 out of 10 ഓൺ ദ സസ്പെൻഷൻ ആക്ച്വലി ഇംപ്രസീവ് ആയിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വണ്ടിയുടെ ബ്രേക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഹെവി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സോ ഇതിനെ നിർത്താൻ ഈ ബ്രേക്ക് കേപ്പബിൾ ആണോ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ബ്രേക്ക് ചവിട്ടിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇതിന് പ്ലേ കുറച്ച് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്തത്. കാരണം ഇതിന് നമ്മളിപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ കുറേ അകത്ത് പോയതിന് ശേഷമാണ് ആ ബ്രേക്ക് കിട്ടുന്നത്. ബൈറ്റിംഗ് ഉണ്ട്, ബൈറ്റിങ്ങിൽ ഒരു ഇഷ്യൂസും ഇല്ല. പക്ഷേ നമ്മൾ ചവിട്ടുമ്പോൾ ആ ഒരു ബ്രേക്സ് കുറച്ച് അകത്ത് പോകുന്ന പോലത്തെ ഫീലാണ്. ലൈക്ക് ആ ഒരു പ്ലേ കുറച്ച് കൂടുതലാണ്. നമ്മൾ പല വാഹനങ്ങൾ ഓടിക്കാറുണ്ട്. ചില വാഹനങ്ങൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ബ്രേക്കിങ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്മൾ യൂസ് ടു ആവണം. ലൈക്ക് നമ്മൾ സ്ഥിരമായിട്ടൊരു വാഹനം ഓടിച്ച് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നും ഇതിന് എന്തോ ഒരു പ്ലേ ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. പക്ഷേ അല്ലാത്ത കേസിൽ നമുക്ക് വണ്ടീനെ ധൈര്യത്തോടെ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡൊക്കെ ചെയ്താലും നിർത്താൻ സാധിക്കും. ബൈറ്റിംഗ് പ്രോപ്പറാണ്, പ്ലേ ഉണ്ട്.
സിറ്റി ലിമിറ്റ്സിൽ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 70 to 80 വരെ നമ്മൾ ചെയ്യണം, കാരണം രാവിലെ ആയിട്ടുള്ളൂ, അപ്പോൾ തിരക്കൊന്നുമില്ല. സോ നമുക്കൊരു 90 പിടിക്കാം. അപ്പോൾ മാക്സിമം റൈറ്റ് സൈഡ് ലൈനിൽ നമ്മൾ 90 പോകുന്നുണ്ട്. കൂളാണ് വണ്ടിയുടെ അകത്ത്, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഡിസ്കംഫോർട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എടുത്ത് പറയാനുള്ള കേസ് വെച്ചാൽ ഈ വണ്ടിയുടെ അകത്ത് നിന്ന് നമുക്ക് വേറെ വലിയ ശബ്ദങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ടയറിൻ്റെ നോയ്സ് ചെറുതായിട്ട് കയറുന്നുണ്ട്. വേറെ വിൻഡിൻ്റെ നോയ്സോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ നോർമലി IRVMലൊക്കെ ആ ഒരു എയറിൻ്റെ ഒരു എന്താ പറയുക ഒരു ശബ്ദം കേൾക്കാറുണ്ട് മിക്ക വണ്ടിയുടെ. പക്ഷെ ഇവിടെ അതല്ല, ടയറിൻ്റെ ആ ഒരു റോളിംഗ് നോയ്സ് നമുക്കകത്ത് ഒരു ഇത്ര dB ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിയുടെ അകത്ത് ടയർ നോയ്സ് ആണെന്നുള്ളത്. പക്ഷേ വേറെ ഞാൻ കുറച്ചുകൂടി സ്പീഡ് ചെയ്തപ്പോൾ ഇപ്പോൾ 110 അല്ലെങ്കിൽ 120 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ORVM കുറച്ച് ആ ഒരു കാറ്റകത്തേക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. സോ ബേസിക്കലി NVS ലെവൽസ് ഒക്കെ നല്ലതാണ് വണ്ടിയുടെ. പക്ഷേ നമ്മൾ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 നോയ്സസ് ആണ് വരുന്നത്. ഒന്ന് ടയർ നോയ്സും, അതുപോലെ തന്നെ മോർ ദാൻ 120 പോകുമ്പോൾ നമുക്ക് ആ ഒരു കാറ്റ്, പ്രത്യേകിച്ച് ആ ORVM ഇങ്ങനെ കയറുന്ന ഒരു ഫീലും കൂടി കിട്ടുന്നുണ്ട്. Harrier.EVയുടെ അകത്ത് എനിക്കിഷ്ടപ്പെട്ട കാര്യം ഇതിനകത്ത് യൂസ് ചെയ്ത ഡിസ്പ്ലേയും അതിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉറപ്പായിട്ടും ഇതിനെ BE6 കമ്പയർ ചെയ്യും. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള 2 ഡിസ്പ്ലേസ് ആണെങ്കിലും, ഇപ്പോൾ ഫ്രണ്ടിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് ആണെങ്കിലും അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും നമുക്ക് ഭയങ്കര ക്ലിയർ ആണ്. അതായത് റിഫ്ലക്ഷൻസ് ഇല്ല. അപ്പോൾ അതാണ് ഞാൻ ക്ലിയർ എന്ന് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഭയങ്കര എഫക്റ്റീവാണ്. അതായത് നമുക്ക് ഈ റിയറിൽ വരുന്ന IRVMൻ്റെ അകത്ത് ഭയങ്കര ക്ലീനാണ്. ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ നമ്പർ വരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ആ റെസൊല്യൂഷൻ, ക്വാളിറ്റി എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യാം. ബേസിക്കലി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ മാപ്പിൻ്റെ കണ്ടീഷനാണ്, അതല്ലാതെ നമ്മൾ നോർമലിലേക്ക് പോയാലും വിസിബിലിറ്റിയിൽ ഒരു ഇഷ്യൂസും വരുന്നില്ല. ഇനി ഇഷ്യൂസ് വരുന്ന സ്ഥലം എവിടെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ബൈ ചാൻസ് എനിക്ക് ഇതിനകത്തൊരു ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ ഒരു ഭാഗം എന്നെ കാണിക്കുന്നത് വെച്ചാൽ അപ്പുറത്ത് ആ ഒരു സ്ഥലത്ത് കാണിക്കുന്നത്. ആ ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു വിസിബിലിറ്റി ആക്ച്വലി സ്ട്രെച്ച്ഡ് ആണ്. അപ്പോൾ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈ ലാസ്റ്റ് ടയറിൻ്റെ അറ്റം വരെ കാണാൻ പറ്റും. പക്ഷേ ഒരു റെസൊല്യൂഷൻ ഇഷ്യൂ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ബേസിക്കലി അങ്ങനത്തെ സമയത്ത് ഈ ഒരു മിറർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി മിക്ക ആളുകളും ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ സെന്തിൽ ഇപ്പോൾ നോർമൽ കണ്ടീഷൻസിലൊക്കെ രാത്രി മഴ സമയത്തൊക്കെ നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യുമോ, വെള്ളമായി കഴിഞ്ഞാൽ ഇത്രയും ഡിസ്പ്ലേ കാണുമെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് നമുക്കിതിനെ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇങ്ങനെ നമ്മളത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് മഴയത്തും ബാക്കിയുള്ള സമയത്തൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇനിയാണ് നമ്മൾ KMP എക്സ്പ്രസ് വേയിലേക്ക് കിടക്കാൻ പോകുന്നത്. ഏകദേശം നമ്മൾ ഒരു 25 കിലോമീറ്ററിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ചാട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഹിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ SOC ഇപ്പോൾ പറയുന്നത് ഏകദേശം 350 കിലോമീറ്റർ പോകും. ഞാൻ ഓടിച്ച രീതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 90 to 120 കിലോമീറ്ററിൻ്റെ അകത്താണ് ഓടിച്ചത്. അത് വെച്ചിട്ട് ഈ വണ്ടിക്ക് 89% ചാർജിൽ ഏകദേശം 350 കിലോമീറ്റർ പോകാൻ സാധിക്കുന്നവർ. അപ്പോൾ എന്തായാലും നമ്മൾ ജയ്പൂർ വരെ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. ഏകദേശം നമുക്കറിയാൻ പറ്റും ഇവിടുന്ന് പോകുമ്പോൾ തിരിച്ചു വരാൻ നമുക്ക് എന്തായാലും റേഞ്ച് വേണം. ആ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ തിരിക്കും. സോ ഇനി ഭാഗത്തിൻ്റെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഡിസ്പ്ലേ എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഫീച്ചേഴ്സ് അവർ എന്തായാലും കറക്റ്റ് ചെയ്യണം. നമ്മൾ വണ്ടി ഇപ്പോൾ നമ്മൾ മാപ്പ് ആക്റ്റീവാണ്. ഈ മാപ്പ് ആക്റ്റീവ് ഇട്ടിട്ട് ഞാൻ വണ്ടിയുടെ ബ്ലൈൻഡ് സ്പോട്ട് വരും ഓട്ടോമാറ്റിക്കലി ഇതിന് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ. ആ സമയത്ത് മാപ്പ് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. പിന്നെ മാപ്പ് കാണണമെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചതിലേക്ക് പോകണം. ഇപ്പോൾ എനിക്ക് തിരിയേണ്ടത് റൈറ്റിലാണ്. ആ സമയത്ത് ഞാൻ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാപ്പ് കാണില്ല ഇവിടെ. അപ്പോൾ കമ്പനി പറയുന്നത് വെച്ചാൽ ഈ മാപ്പിനെ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ADAS Level 2 ഉണ്ട്. സോ ഈ ADAS Level 2 ഏറ്റവും ഗുണകരമായി ഓടിക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഹൈവേയിലാണ്. ലെയിൻസ് പ്രോപ്പർലി മാർക്ക്ഡ് ആണ്. സോ ഇതിൻ്റെ ADAS എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആസ് എനി ADAS Level 2 നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയാം. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇൻപുട്ടൊന്നും കൊടുക്കുന്നില്ല. എൻ്റെ കാലൊക്കെ എടുത്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഫ്രണ്ടിൽ ഒരു ലോറി ഉണ്ട്. സോ ഞാൻ ബേസിക്കലി 110 കിലോമീറ്ററിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ലോറി കാരണമാണത് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിതിനെ ഒന്നും ചെയ്യേണ്ട, പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് ഒന്നും കൊടുക്കാതെ തന്നെ ജസ്റ്റ് ഇൻഡിക്കേറ്റ് ഇടുക, ലൈൻ അങ്ങോട്ട് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെച്ച് ആ ഒരു 110 ഇത് ഓട്ടോമാറ്റിക്കലി പോവും. അപ്പോൾ ഇവിടെ ധൈര്യത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ലെയിൻസ് പ്രോപ്പർലി മാർക്ക്ഡ് ആണ്. അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഹ്യുണ്ടായി വണ്ടികൾ വെച്ച് ഞാൻ ഓബിയസ്ലി കമ്പയർ ചെയ്യാറുണ്ട് ഇതിൻ്റെ ADASൻ്റെ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ. അത് വെച്ച് നോക്കുമ്പോൾ
വർക്കിംഗ് പ്രോപ്പറാണ്. പക്ഷേ ഇതിലേക്ക് എത്താനുള്ള ആ ഒരു മറ്റേ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഒരു കോംപ്ലിക്കേഷനാണ്. അതുമാത്രമല്ല ഇതിനകത്തുള്ള ആ ഒരു എന്താ പറയുക, ആ ഫോണ്ടൊക്കെ കുറച്ച് ചെറുതായതുകൊണ്ട് നമുക്ക് 2-3 വട്ടമൊക്കെ നോക്കേണ്ടി വരും. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ സ്റ്റിയറിംഗ് എപ്പോഴും താഴ്ത്തി വെച്ചിട്ട് ഓടിക്കുക. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ സേഫർ സൈഡിലേക്ക് ഇതിനെ കുറച്ചുകൂടി അപ്പ് ചെയ്യാം. അപ്പോൾ SOC അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ 40 കിലോമീറ്റർ അടുത്ത് പോയി 37.9 കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെ വണ്ടീൻ്റെ സ്ലോ ആയത്. ഏകദേശം 325 കിലോമീറ്റർ ഇനിയും ഇത് പോവും. അപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കുന്നതുകൊണ്ടാണ് റേഞ്ച് ഇത്രയും ഡ്രോപ്പ് ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 110 കിലോമീറ്റർ കാണിക്കേണ്ട സ്ഥലത്താണ് 40 കാണിക്കുന്നത്. കാരണം ഞാൻ സ്ഥിരമായി പറയുന്ന പോലെ സ്പോർട്ട് മോഡിലാണ്. എല്ലാ ഫീച്ചേഴ്സും AC-യും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ആക്റ്റീവാണ്. ഈവൻ സീറ്റ് വെന്റിലേഷൻ വരെ ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം ഓൺ ചെയ്തതിൻ്റെ ശേഷം ഈ വാഹനം ഒരു 100 കാണിക്കേണ്ട സ്ഥലത്ത് ഒരു 40 കാണിക്കുന്നുള്ളൂ. സ്റ്റിൽ ഇംപ്രസീവ്. നോക്കാം നമുക്കിത് എത്ര വരെ പോകുന്നുള്ളത്. അപ്പോൾ ഈ കേർവ് ഇത് എങ്ങനെ തിരിക്കുന്നു എന്ന് നോക്കാം. പ്രത്യേകിച്ച് ഇൻപുട്ടൊന്നും കൊടുക്കുന്നില്ല. യെസ്, ലെയിൻസ് പ്രോപ്പർലി മാർക്ക്ഡ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു എഫേർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ് ഞാൻ പറഞ്ഞു. അതുമാത്രമല്ല ഈ ഒരു വണ്ടിയുടെ ഡൈനാമിക്സിൻ്റെ കേസ് എടുത്ത് പറയണം. കാരണം ഇതൊരു EV ആണ്. സോ ഒബ്വിയസ്ലി EV ആകുമ്പോൾ അതിൻ്റെ CG പ്രോപ്പറാണ്. സോ ഹാരിയർ റെഗുലർ ഓടിച്ച ആൾക്കാർക്ക് ഇതിനകത്ത് വരുമ്പോൾ ഒബ്വിയസ്ലി ഈ വാഹനം കുറച്ചും കൂടി നല്ല ഹാൻഡ്ലിംഗ് ഉള്ള പോലെ ഫീൽ ചെയ്യും. നമ്മൾ ടോളിലേക്ക് എത്തി. സോ ടോൾ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വിഷയം സംസാരിക്കാം. ഇനി ഇതിൻ്റെ അകത്തുള്ള മോഡുകളെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ അകത്ത് സ്പോർട്ട് മോഡുണ്ട്, സിറ്റി മോഡുണ്ട്, അതല്ല അതൊരു ബൂസ്റ്റ് മോഡുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ടാറ്റയുടെ വണ്ടിയിൽ കാണുന്ന സെയിം മോഡുകൾ തന്നെയാണ്. അപ്പോൾ ഈ ബൂസ്റ്റ് മോഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ബൂസ്റ്റ് ഓഫ് പവർ കിട്ടും. ആ ഒരു പവറിന് പ്രത്യേകത എന്താ വെച്ചാൽ 50%, അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വണ്ടിയുടെ അകത്ത് 80%. അപ്പോൾ 50% വരെ നമുക്കതിന് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 50ൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബൂസ്റ്റ് മോഡ് വർക്ക് ചെയ്യില്ല. പിന്നെ 2 മോഡ് മാത്രമേ വർക്ക് ചെയ്യില്ല, ഒന്ന് സ്പോർട്ടും അതുപോലെ ഒന്ന് ഈക്കോ മോഡ്. അപ്പോൾ അതാണ് ഈ മോഡിനെ കുറിച്ചുള്ളത്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഏകദേശം ഇപ്പോൾ 80% ചാർജ് ഉണ്ട്. ഏകദേശം 281 കിലോമീറ്റർ പോകും. സോ നമുക്ക് ഇതിൻ്റെ 0 to 100 അവർ പറയുന്നത് ലെസ് ദെൻ 7 സെക്കൻഡ്സ് ആണ് ടു ബി പ്രിസൈസ്. അപ്പോൾ നമുക്കിതിൻ്റെ ടോപ്പ് സ്പീഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഹൈവേ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നമുക്കൊന്ന് പുഷ് ചെയ്യാം. സ്പോർട്ട് മോഡിലിട്ട് തന്നെ നമുക്ക് പുഷ് ചെയ്യണേ, അല്ലാതെ നമ്മൾ ബൂസ്റ്റ് മോഡിൽ പോകുന്നില്ല. സോ നമുക്ക് നോക്കാം. യെസ്, 100-ലെ സ്റ്റേബിളാണ്, നോ പ്രോബ്ലം. 120-ലും സ്റ്റേബിളാണ്, ഇഷ്യൂസ് ഇല്ല. ഒരു 130+ പോകുമ്പോൾ നമുക്ക് ആ കാറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കേർവ്സ് ശരിക്കും പറഞ്ഞാൽ ചെരിയുന്നുണ്ട് റോഡ്. അതിവിടെ നമുക്ക് ധൈര്യക്കുറവൊന്നുമില്ല. സ്റ്റീറിംഗിൽ വലിയ പ്രഷറും ഞാൻ കൊടുത്തിട്ടില്ല. ഇനി മോർ ദാൻ 150 നോക്കാം. യെസ്, 150-ലും വണ്ടി സ്റ്റേബിളാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. 160-ലും സ്റ്റേബിളാണ്. 170+-ലും സ്റ്റേബിളാണ്. സോ ഹാരിയർ ഡോട്ട് ഇവിടെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞത് 176 km/h ആണ്. ലോക്ക്ഡ് ആണ്. ഇംപ്രസീവ്. സോ ഇന്നത്തെ ഡ്രൈവിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന സ്പീഡ്, ഇപ്പോൾ ഞാൻ ഡൽഹി ബോംബെ എക്സ്പ്രസ് വേയിലാണ് 120 നോൺ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 76% SOCയിൽ ഇപ്പോൾ നല്ല രീതിക്ക് കുറഞ്ഞു. 265 കിലോമീറ്റേഴ്സേ പോകുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും 76%-ൽ 265 കിലോമീറ്റർ ഇനി ഓടുള്ളൂ, ഏകദേശം 65 കിലോമീറ്ററിൽ ഇതുവരെ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി 121 അല്ലെങ്കിൽ 120 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നോർമൽ സിറ്റി കണ്ടീഷൻസിൽ 99 to 100 ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫീച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി ഒരു EV ആണ്, നല്ല രീതിക്ക് ബാറ്ററി കൺസപ്ഷൻ വരും. അപ്പോൾ ഈ ഒരു ഡ്രൈവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ ഓടിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ഏകദേശം ഇപ്പോൾ 60 ഇപ്പോൾ 100 കിലോമീറ്റർ പോയതിന് ശേഷം ഞാൻ ഒന്നുകൂടി SOC കാണിച്ചു തരാം. അവിടെ എത്തി കിട്ടുന്ന റേഞ്ച് അവിടെ വെച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യും നമ്മൾ തിരിച്ചു പോകണോ വേണ്ടേ എന്നുള്ളത്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന റേഞ്ചിനെക്കാട്ടിലും ഉറപ്പായിട്ടും ഒരു 50% കൂടുതലായിരിക്കും ഈ വണ്ടീൻ്റെ നോർമൽ ഈക്കോ മോഡിലെ ഒരു റെഗുലർ EV പോലെ ഓടിച്ചാൽ. ഇതാണ് നമ്മൾ ആക്ച്വലി ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. സോ സ്റ്റേ ട്യൂൺ. രസകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവ്.
സോ ഇനിയും നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. സോ ഈ വണ്ടിയുടെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, സ്റ്റിയറിംഗ് ബേസിക്കലി നമ്മൾ റെഗുലർ ഹാരിയർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫീൽ ഉണ്ട് ഇൻ ടേംസ് ഓഫ് നമ്മളിപ്പോൾ ട്രിപ്പിൾ ഡിജിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഹാർഡൻ ആവുന്നുണ്ട്. അല്ലാത്ത കേസിൽ നമ്മളിപ്പോൾ സിറ്റി കണ്ടീഷൻസിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ്. സോ അവിടെ ഒരു കമ്പാരിസൺ മഹീന്ദ്രയുടെ XCV90 ആയിട്ട് ചെയ്യുമ്പോൾ XCVയുടെയും ഇതിൻ്റെയും സിറ്റി കണ്ടീഷൻസിൽ ഏകദേശം സെയിം ഫീലാണ്. പക്ഷേ ഹൈവേ കണ്ടീഷൻസിൽ ഇത് കുറച്ചും കൂടി നമുക്ക് ഫീഡ്ബാക്ക് നല്ല രീതിക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഞാനൊരു ഫാനല്ല ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ. റീസൺ എന്താ സംഭവിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഷേപ്പാണ്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിങ്ങിനോട് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇതില്ല. കാരണം വെച്ചാൽ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മാത്രമല്ല ഈ വണ്ടിനകത്ത് ഈ ഒരു സംഭവമൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തട്ടും. അതുപോലെ ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്യാൻ. അതുപോലെ ഈ ബട്ടൺസൊക്കെ പ്രാക്ടിക്കലി ഭയങ്കര സുഖമല്ലാത്തൊരു സംഭവമാണ്. കാരണം അപ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ നല്ല അമർത്തി പിടിക്കണം. അതിൻ്റെ ഒരു പാട് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ പ്രാക്ടിക്കൽ കണ്ടീഷൻസിൽ ഈ ഒരു സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾസും കുറച്ചും കൂടി മെച്ചപ്പെടുത്തായിരുന്നു. പക്ഷേ ഇൻ ടേംസ് ഓഫ് വണ്ടി ഓടിക്കാനുള്ള ഫീലിൽ നമുക്കൊരു 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം ഇതിൻ്റെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്കിന്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ജയ്പൂർ ആയിരുന്നു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും 3 മണിക്കൂർ വേണം ജയ്പൂർ എത്താൻ. 210 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ നമ്മളവിടെ എത്തും. അപ്പോൾ ഈ വണ്ടിനകത്തുള്ള SOC കാണിക്കുന്നത് ഈ മാത്രം സുഖമായിട്ട് 247 കിലോമീറ്റർ പോകാൻ പറ്റും. 73% ചാർജ് ആയിട്ടുള്ളൂ. സോ harrier.ev വെച്ചിട്ട് നമുക്ക് അറൗണ്ട് ഒരു 300+ കിലോമീറ്ററൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ SOC കൃത്യമായി കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ കണ്ടീഷനിൽ എന്താ വെച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും ജയ്പൂർ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല, വൈകിട്ട് തിരിച്ചു പോകാനുള്ളതാണ്. സോ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് ഏകദേശം ഒരു ഹാഫ് ദ ഡിസ്റ്റൻസ് ബാലൻസ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ SOC 50% ആകുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ. ആ ഒരു വരവിൽ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ കംഫർട്ടും ഡിസൈൻ ആസ്പെക്ട്സും പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇതുവരത്തെ കണ്ടീഷൻസിൽ എങ്ങനെ ഈ വാഹനം പെർഫോം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, harrier.ev ബേസിക്കലി ഒരു EV പോലെ അല്ല പെർഫോം ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് SOC മറ്റു കാര്യങ്ങളല്ലാതെ. ഞാൻ പറഞ്ഞ മെക്കിൽ ഇത് ഒരു നമ്മുടെ ഹാരിയറിൻ്റെ ഐസ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ മഹീന്ദ്രയുടെ B6ഉം അതുപോലെ XCV ഒക്കെ ആകുമ്പോൾ അത് കുറച്ചും കൂടി ഫ്ലാംബോയിങ് ഷേപ്പും മറ്റൊക്കെ കാരണം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമ്മളൊരു EV ഓടിക്കുന്ന ഫീലാണ്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ആ ഒരു ഫീലില്ല. അപ്പോൾ എന്നെ അത് ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് ഈ രീതിക്ക്. മിക്ക ആളുകൾക്കും EV വാങ്ങുമ്പോൾ EVയുടെ ആ ഒരു മോഡ് മറ്റു സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഓബിയസ്ലി അതിലേക്ക് പോകാം. പക്ഷേ നിങ്ങൾക്ക് ഒരു ഐസ് പോലൊരു വാഹനം ഫീൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു EV വാങ്ങിയിട്ട് ഒരു ഐസിൻ്റെ ഫീൽ വേണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഹാരിയറിനെ സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ കഴിഞ്ഞിട്ടുള്ള ഡ്രൈവ് സ്റ്റേ ട്യൂൺ. ഇനിയിട്ട് കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ. harrier.evയുടെ അകത്തിരിക്കുന്ന ബാറ്ററിയും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. സോ ഇതിൻ്റെ അകത്ത് 2 ബാറ്ററി പാക്കിലാണ് അവൈലബിൾ. അപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് 75 kWh ബാറ്ററിയാണ്. അത് വെച്ചിട്ട് കമ്പനിക്ക് ക്ലെയിം ചെയ്യുന്ന റേഞ്ച് MIDC എന്ന് പറയുമ്പോൾ മോർ ദാൻ 600 ആണെങ്കിൽ പോലും നമുക്ക് റിയലിസ്റ്റിക്. അപ്പോൾ ടാറ്റ തന്നെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്, C75 എന്ന് പറഞ്ഞിട്ട്. എന്താണ് C75? അപ്പോൾ ബേസിക്കലി എന്താ വെച്ചാൽ 75% ഓഫ് ആളുകൾക്ക് കിട്ടുന്ന റേഞ്ചിനെയാണ് ഇവർ ആക്ച്വലി അക്യുറേറ്റ് റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അറൗണ്ട് 500 ആണ് ഇവർ പറയുന്നത്. അപ്പോൾ ബേസിക്കലി വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 500 റേഞ്ച് കാണിച്ചു. പക്ഷേ നമ്മുടെ ടെസ്റ്റ് അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ റിയലിസ്റ്റിക് റേഞ്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെല്ലാം ഓഫ് ചെയ്തത്. പ്രത്യേകിച്ച് റീജൻ ഓഫ് ചെയ്തു. ഇതിൻ്റെ അകത്തുള്ള മോഡുകൾ നമ്മൾ സ്പോർട്ട് മോഡ് മാത്രം വെച്ചു. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൽ മാക്സിമം കൺസപ്ഷനാണ്. സോ അതിൽ കിട്ടുന്ന റേഞ്ച് 100% ഷുവർ ഷോട്ട് റേഞ്ചാണ്. അത് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്. സോ നമ്മുടെ സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, നമ്മൾ BYDയും അതുപോലെ തന്നെ B6യും ഈവൻ നമ്മൾ അതിൻ്റെ അത് ക്രെറ്റയുടെ EV വരെ അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞു ബാറ്ററി പാക്ക് 75 kWh അത് മാത്രമല്ല ഇതിനകത്ത് വന്ന ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ പുതിയ ജനറേഷൻ ഓഫ് EVസിൻ്റെ അകത്ത് ആക്ച്വലി ചാർജിങ് ഇൻടേക്ക് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. സോ അതിനവർ പറയുന്ന പേരുണ്ട് 1.5C ഇതിനെ ചാർജ് ചെയ്യാൻ പറ്റും. സോ എന്താണ് 1.5C? അതായത് ഈ മാത്രം അത് ഏകദേശം നമുക്കൊരു 120 kWh വരെയുള്ള ഇൻടേക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യും. അതായത് 100 kW ഒക്കെയാണ് നോർമലി ഉണ്ടാവാറ്. സോ 100ൻ്റെ മുകളിലും ഇത് സപ്പോർട്ട് ചെയ്യും. 120 to 180 വരെ നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത 20 to 80%, അങ്ങനെ അവർ പറയുന്നത് 20 to 80% ചാർജ് ആവാൻ വേണ്ടത് വെറും 25 seconds ആണ്. 20 to 80% ചാർജ് ആവാൻ വേണ്ടത് വെറും 25 seconds ആണ്. സോ ഇങ്ങനെ ഹൈവേ ക്രൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡൽഹി ബോംബെ ഹൈവേയിലാണ്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകണമെന്ന് തന്നെ വിചാരിച്ചാലും നമുക്കിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അത് 25 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ചായ കുടിക്കേണ്ട സമയമാണ്. ആ സമയം കൊണ്ട് ഈ വണ്ടി നമുക്ക് 80% ആവും, അല്ലെങ്കിൽ 20 to 80% ആവും. സോ സേഫറാണ് ഇനി അങ്ങോട്ടുള്ള EV കമ്മ്യൂട്ട്. ഇനി മാത്രമത് വേറെ കുറേ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് നോർമലി നമ്മൾ സ്ഥിരമായ ഒരു EV വാഹനത്തിൽ കാണാത്തത്. സോ അതിനകത്ത് വന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഞാൻ കാണിച്ചു തരാം.
സോ ആ ഒരു ഫീച്ചറിൻ്റെ പേരാണ് ഡ്രൈവ് പേ. അപ്പോൾ EV ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മൾ EV ചാർജിങ് സ്റ്റേഷനിൽ എത്തിയതിൻ്റെ ശേഷം പ്ലഗൊക്കെ ചെയ്തതിൻ്റെ ശേഷം പേ ചെയ്യുമ്പോൾ ആദ്യം തന്നെ വാളറ്റിലേക്ക് പൈസ ഇടണം. ഒന്നല്ലെങ്കിൽ നമ്മുടെ വാളറ്റിൽ അല്ലെങ്കിൽ അവരുടെ വാളറ്റിൽ പൈസ ഇട്ടതിന് ശേഷം അവിടുന്ന് റെഡ്യൂസ് ആവുക ചെയ്യുക. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ Harrier.ev വാങ്ങുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിനകത്ത് ബേസിക്കലി നമുക്ക് IRA.ev എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അതായത് ഇത് കണക്ട് ആവും. അതിനുശേഷം നമ്മുടെ UPI, നമ്മുടെ ബാങ്ക് UPI വെച്ച് ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമുക്കിതിനെ ശരിക്കും പറഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ആക്ച്വലി നല്ലൊരു ഫീച്ചറാണ്. കാരണം വെച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് തപ്പേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ്റെ അകത്ത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് കുറേ ഇപ്പോൾ നോർമലി ടാറ്റയുടെ ചാർജേഴ്സ് മാത്രമല്ല തന്നെ ഇവർ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു 10ഓളം ചാർജേഴ്സുമായിട്ട് ലൈക്ക് ചാർജർ കമ്പനിയുമായിട്ട് അവർ അസോസിയേറ്റഡ് ആണ്. സോ അവിടെ എല്ലാം പോയാലും നമുക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. സോ EV എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മൾ ആദ്യം ഹൈലൈറ്റ് ചെയ്തത്. സോ അതിന് നമുക്കൊരു 10ൽ 8 മാർക്ക് കൊടുക്കാം ഈ ഒരു ഇന്നോവേഷൻ. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് ഒരു EV വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമാണോ ഇൻ ടേംസ് ഓഫ് സർവീസും ബാക്കിയുള്ള കാര്യങ്ങൾ. സോ Harrier.ev വാങ്ങിയാൽ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കാം. കാരണം ഇതിനകത്ത് ബാറ്ററിക്ക് ലൈഫ് ലോങ് വാറൻറ്റിയാണ്. അപ്പോൾ എന്താണ് ലൈഫ് ലോങ് വാറൻറ്റി? അതായത് ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ 15 വർഷത്തെ വാറൻറ്റിയാണ്. സോ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള മഹീന്ദ്ര കൊടുക്കുന്നുണ്ട്. സോ അതേപോലെ തന്നെ ഇപ്പോൾ ടാറ്റ Harrier.ev എടുക്കുമ്പോൾ നമുക്ക് 15 വർഷം ടെൻഷൻ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാം. അതുമാത്രമല്ല ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചർ, ഇപ്പോൾ ഞാൻ പറഞ്ഞു IRA.ev പോലത്തെ കണക്ടിവിറ്റി ഫീച്ചറിന് ഇതിന് മുമ്പ് 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആയിരുന്നെങ്കിൽ ഇനി അവർ 4 വർഷത്തേക്ക് അത് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കണക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊന്നും അഡീഷണൽ പൈസ ചിലവാക്കേണ്ടി വരില്ല വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ. സോ പീസ് ഓഫ് മൈൻഡ് ഗ്യാരണ്ടീഡ് ആണ് Harrier.ev ഓടിക്കുമ്പോൾ. ഈ വണ്ടി ഏറ്റവും പ്രത്യേകത വെച്ചാൽ നമ്മൾ ഹൈ എൻഡ് കാർസ്, ഇപ്പോൾ മെർസിഡീസും BMW ഒക്കെ വാഹനങ്ങളുടെ പോലെ നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ അനുസരിച്ച് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. കസ്റ്റം ടെറൈൻ മോഡ് എടുക്കുക, അവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേൺ അനുസരിച്ച് ഇപ്പോൾ ഡ്രൈവ് മോഡ് ഏത് വേണം, അതുപോലെ തന്നെ റീജൻ മോഡ് ഏത് വെക്കണം, ടെറൈൻ മോഡ് ഏത് വെക്കണം, സ്റ്റിയറിംഗ് കംഫോർട്ട് കുറച്ചുകൂടി സ്ട്രോങ് വേണോ ലൈറ്റ് വേണോ എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇത് ഭയങ്കര ഇംപ്രസീവാണ്. നോർമലി ഒരു EVയിൽ നമ്മളത് കാണാറില്ല. അങ്ങനെ കാണെങ്കിൽ പോലും അത് ഭയങ്കര ലക്ഷറിയസ് EVയിലായിരിക്കും. സോ ആ ഒരു ഫീച്ചറും ഈ ഒരു മാറ്റം അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ ആയപ്പോൾ നമ്മൾ റെസ്റ്റ് ഏരിയയിലേക്ക് വന്നു. അപ്പോൾ ഹോട്ടലിൽ നിന്ന് കൃത്യമായിട്ടൊരു 100 കിലോമീറ്റർ എത്തിയപ്പോഴാണ് മെക്ഡൊണാൾഡ്സിൻ്റെ റെസ്റ്റ് ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഇനി ഫ്രണ്ടിലേക്ക് പോകണോ അല്ല നമുക്ക് തിരിച്ചു പോകണോ എന്നുള്ളത്. സോ മഹീന്ദ്ര ക്ലെയിം ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ആ വണ്ടിക്ക് നമുക്ക് റിമോട്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി പാർക്ക് ചെയ്യും. സോ ഇതെല്ലാം ടാറ്റ Harrier.ev കൂടി ക്ലെയിം ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആദ്യം ഇതിനെ പാർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഒരു ഇന്നോവ കിടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഇതിനെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ബാസിത് അകത്ത് വന്നു. സോ ഇതാണ് ഫ്രണ്ടിലുള്ള ഇന്നോവ. അപ്പോൾ ഇതിന് പാർക്ക് അസിസ്റ്റ് വാലിഡായിട്ട് വർക്ക് ചെയ്യാനുള്ള 3 രീതികളുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മൾ ബക്കിൾ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം, അതിനുശേഷം ഡോർ ലോക്ക്ഡ് ആയിരിക്കണം, അതിനുശേഷം ഡ്രൈവ് മോഡിലായിരിക്കണം. ഈ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. പിന്നെ നമുക്കിവിടെ പാർക്ക് അസിസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പാർക്കിംഗ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് പാർക്കിംഗ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഇതിങ്ങനെ പാർക്കിംഗ് സ്ലോട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ ഒന്നിവിടെ സെലക്ട് ചെയ്തു, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നോവൻ്റെ എത്ര അടുത്ത് പോയി പാർക്ക് ചെയ്യാൻ പറ്റും നോക്കാം. സോ പാർക്കിംഗ് സ്ലോട്ട് കാണിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ഇന്നോവയുടെ തൊട്ടടുത്തുള്ള പാർക്കിംഗ് സ്ലോട്ടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. സോ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ 2 ഓപ്ഷൻ ചോദിക്കും. ഒന്ന് ഓട്ടോമാറ്റിക് പാർക്കിംഗ്, ലൈക്ക് നമ്മൾ അകത്തിരിക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് പാർക്ക് ചെയ്യും. അല്ലെങ്കിൽ മഹീന്ദ്രയുടെ BE6 അതുപോലെ XEV9 കാണിക്കുമ്പോൾ റിമോട്ടിലും പാർക്ക് ചെയ്യാം. സോ ആദ്യം നമുക്ക് ട്രൈ ചെയ്യേണ്ടത് ഓട്ടോ പാർക്ക് അകത്തിരുന്നുകൊണ്ടാണ്. ക്ലിക്ക് ചെയ്തു. കുറച്ചുകൂടി സിമ്പിളാണത് ആക്ച്വലി. യെസ്, ഞാൻ പ്രത്യേകിച്ച് ഇൻപുട്ടൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാം, കാലൊക്കെ വെറുതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എത്ര അക്യുറേറ്റ് ആയിട്ട് പോയി പാർക്ക് ചെയ്യണമെന്നാണ് നോക്കാൻ പോണത്. പ്രത്യേകിച്ച് റിയറിൽ പോകുമ്പോൾ നമുക്ക് ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും അവിടെ കീപ്പ് ആൻ ഐ ഓൺ എന്ന് വെക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കണ്ണൊന്നും കൂടി ശ്രദ്ധിച്ച് വെക്കുക. യെസ്, അവിടെ റെഡ് വന്നപ്പോൾ ഞാൻ ബ്രേക്ക് കൊടുത്തില്ല, അതെന്നെ ബ്രേക്ക് ചെയ്തു. ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. ഓ, ഫ്രണ്ടിലേക്ക് പോകുന്നത് മാത്രമല്ല അത് അലൈനും ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും രസം. ഓക്കെ, നെയിൽഡ് പാർക്കിംഗ് എന്നാണ് കാണിക്കണേ. നെയിൽ ഇതെന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം. ഞാൻ പറഞ്ഞു നമ്മുടെ റിവ്യൂ പ്രോപ്പർ റിവ്യൂ ആണ്. അപ്പോൾ എത്രത്തോളം നെയിൽഡ് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. സോ ഇതായിരുന്നു ടാറ്റ ഹാരിയർ സ്വന്തമായി പോയി പാർക്ക് ചെയ്തത്. ആക്ച്വലി ഇംപ്രസീവ് ആണ്. കാരണം നമ്മൾ ഇന്നോവയുടെ തൊട്ടടുത്ത് കൊണ്ടുവന്നിട്ടു, ലൈനൊക്കെ പ്രോപ്പറാണ്. അപ്പോൾ
ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ നമുക്ക് അകത്തിരിക്കാതെ തന്നെ റിമോട്ടിൽ പ്രസ് ചെയ്തിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. സോ BE6 XEV9 ഒക്കെ കാണിച്ച സെയിം പാർക്കിംഗ് അവൈലബിൾ ആണ്. ഇനി ഒരു മോഡും കൂടി ഉണ്ട്, അതാണ് സമൻ മോഡ്. അപ്പോൾ നമ്മൾ മഹീന്ദ്രയുടെ വാഹനങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട്, പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കാൻ പറ്റും. സെയിം Harrier.EVയിലും സാധിക്കും. സോ ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ കീ രസകരമായിട്ടുള്ളൊരു കീ ആണ്. ആദ്യം ഈ ഹോൾഡ് ബട്ടൻ്റെ അവിടെ ഈ വണ്ടീനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. അതിനുശേഷം DRLs ആക്റ്റീവ് ആവും. ഇതിനർത്ഥം വണ്ടി ആക്റ്റീവാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. സോ ഇത് ഫ്രണ്ടിലേക്ക് വരാനുള്ളത് റിയറിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. അങ്ങനെ പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ORVMs ഓപ്പൺ ആവും. യെസ്, അവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നു. ഇനി അത് ഫ്രണ്ടിലേക്ക് വരും. യെസ്, ബൈ ചാൻസ് ഞാൻ ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടുകയാണെങ്കിൽ ഇതിൻ്റെ സെൻസേഴ്സ് ഉണ്ടായിട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇതുപോലെ നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കും. യെസ്, അപ്പോൾ ഇവിടെ സ്ഥലത്തെത്തി. നമ്മൾ അൺലോക്ക് ചെയ്യുന്നു, അകത്ത് കയറുന്നു. ഡ്രൈവിലിടുന്നു, കൊണ്ടുപോകണു. ഇനി ഫൈനൽ ആൻഡ് ലാസ്റ്റ് കണ്ടീഷനാണ്, നമുക്ക് ഈ വണ്ടിയുടെ അകത്ത് ഇരിക്കാതെ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൂടി കാണിച്ചു തരാം. ഡ്രൈവ് മോഡാണ്, ഞാൻ പാർക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ അത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം നമുക്ക്. യെസ്, സോ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ അവിടെ ഓപ്ഷൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ വട്ടം റിമോട്ട് പാർക്കിംഗ് കൊടുത്തു. ക്ലിക്ക് ചെയ്തു. അപ്പോൾ കുറേ കണ്ടീഷൻസ് വരും. ലെറ്റ്സ് ഡു ഇറ്റ്, അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഷിഫ്റ്റ് ടു P ആൻഡ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ കാർ. കയ്യിൽ ഈ സാധനം വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു P എന്നൊരു ബട്ടണിനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ മാത്രം മതി, ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി പോയി പാർക്കാവും. കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ട്. നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. സോ ഇവിടെ ഇതന്നെ ഡിസൈഡ് ചെയ്യും ഫ്രണ്ടിലേക്ക് പോകണോ ബാക്കിലേക്ക് പോകണമെന്ന്. നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് അമർത്തി പിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. യെസ്, അവിടെ സ്റ്റിയറിംഗ് തിരിയുന്നത് കാണാൻ പറ്റും. സോ ഇദ്ദേഹം ഡിസൈഡ് ചെയ്യുന്ന ആദ്യം ഫ്രണ്ട് പോയിട്ട് ബാക്കിൽ വരാമെന്നാണ്. എനിക്കൊന്ന് അടുത്ത് നിൽക്കണോണ്ട് ആ പ്രശ്നം, കുറച്ച് മാറി നിന്നേക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് നല്ല അമർത്തി പിടിക്കണം. കൈയിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും, പക്ഷേ ഇത് അമർത്തി പിടിച്ചാലേ അത് ആക്റ്റീവ് ആവുള്ളൂ. എൻ്റെ ശക്തി പോരാ. സോ പാർക്കിങ്ങിൻ്റെ കണ്ടീഷൻസിൽ പ്രോപ്പറായിട്ട് ഇത് പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലെയിൻ കാണാൻ സാധിക്കും. സംഭവം പാർക്കായി. ഒറ്റ പ്രശ്നം എന്താ വെച്ചാൽ ഈ കീ എന്തായാലും ടാറ്റ മാറ്റണം, അല്ലെങ്കിൽ കൈൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. പക്ഷേ മൾട്ടിപ്പിൾ ഫംഗ്ഷൻ കൊടുത്തുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷേ സംഭവം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ടാറ്റ Harrier.EVയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ആക്ച്വലി ഇതിൻ്റെ ഐസ് വാഹനത്തിനെ റിസംബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം അങ്ങനെയാണ്. കാരണം വെച്ചാൽ നോർമലി BE6 അതുപോലെ XEV9 ഒക്കെ കുറച്ചും കൂടി ഒരു ഫ്ലാംബോയിങ് അല്ലെങ്കിൽ ഒരു EV സ്റ്റൈൽ ഡിസൈൻ ആണെങ്കിൽ ഇത് കുറച്ചും കൂടി റെഗുലർ ഐസ് അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വാഹനം പോലെയാണ്. മാറ്റങ്ങൾ വളരെ ചെറുതാണ്. അപ്പോൾ ഏറ്റവും വലുത് ഇവിടെ കവേർഡ് ആയിട്ടുള്ള ആ ഫ്രണ്ട് ഗ്രില്ല് കാണാൻ സാധിക്കും. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ അകത്ത് വെർട്ടിക്കലാണ് ലൂവേഴ്സ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നോർമലി റഡാർ വരുമ്പോൾ എന്താ വെച്ചാൽ അതൊരു ബ്ലാക്ക് ഔട്ട് ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു ലൂവേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, വണ്ടി കണ്ടതാണ്. അത് മാത്രമല്ല നമുക്കൊരു 50 ലിറ്ററിൻ്റെ ഒരു ഫ്രങ്ക് സ്പേസും കൂടിയുണ്ട്. 19 ഇഞ്ച് ടയേഴ്സാണ് ഈ വണ്ടിക്ക് വരുന്നത്. അലോയിൻ്റെ പാറ്റേൺ കുറച്ചുകൂടി ഡ്രാഗിനെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടു, ഈ കീയിലാണ് ഞാൻ ഈ വണ്ടീനെ പാർക്ക് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും. സോ ഇത്രയും വലിയ കീ എടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനും പരിഹാരമുണ്ട്. അപ്പോൾ നമ്മുടെ NFC കീ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ വണ്ടീനെ ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കായി. അതുപോലെ തന്നെ വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പണായി. ഇനിയും ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് വേറെ വഴിയുണ്ട്. ഈ ഫോൺ മാത്രം മതി. സോ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ആപ്പിലൂടെ നമുക്ക് ഈ വണ്ടീനെ ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. അത് മാത്രമല്ല ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു കൊണ്ടുപോകാം. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യാം. ഈവൻ ഈ ഫോൺ വെച്ചിട്ട് ഈ വാഹനത്തിൻ്റെ പാർക്ക് ചെയ്യാം. ടാറ്റ ഹാരിയറിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ വന്നിരുന്നത് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, പക്ഷേ ഇതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം തോന്നി. അപ്പോൾ ആദ്യം തന്നെ പോസിറ്റീവ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഡാഷ്ബോർഡ് ലേഔട്ട്, ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു 80% ഇതിൻ്റെ ഐസുമായിട്ടുള്ള റിസംബ്ലൻസ് ഉണ്ട് എല്ലാ സ്ഥലത്തും. പക്ഷേ കുറച്ചുകൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ഈ ഭാഗത്തൊക്കെ നമുക്ക് സോഫ്റ്റ് ലെതർ കാണാൻ സാധിക്കും. അത് തന്നെ ഡോർ പാഡിലേക്ക് കൂടി വരാമായിരുന്നു.
ഇവിടെയൊക്കെ കുറച്ചും കൂടി ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. അതിന് മാത്രമല്ല ഇതിന് കുറച്ചുകൂടി ഒരു പ്രീമിയം ക്വാളിറ്റി മിസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൺസോളിനെ കുറിച്ചാണ് എടുത്ത് പറയേണ്ടത്. അപ്പോൾ ഡ്രൈവ് സമയത്ത് എനിക്ക് പറയണം തോന്നിയ ഒരു കാര്യമാണ്, ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ നമുക്കൊരു ന്യൂ ജെൻ വണ്ടിയുടെ ഒരു ഫീലില്ല. ആക്ച്വലി ഇവിടെയൊക്കെ എവിടെയെങ്കിലൊക്കെ നമുക്ക് നെക്സോണിനെ ഓർമ്മിപ്പിക്കും, പ്രത്യേകിച്ച് ഈ റൊട്ടേറ്റിംഗ് ഗിയറും ഇതൊക്കെ. അപ്പോൾ ഇതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. പിന്നെ പ്രാക്ടിക്കാലിറ്റി, അതാണ് എപ്പോഴും ഒരു വണ്ടി വാങ്ങുമ്പോൾ ആളുകൾ നോക്കാറ്. അപ്പോൾ ആ ഒരു കേസിൽ ഇപ്പോൾ നമ്മൾ ഫോണൊക്കെ വെക്കുകയാണെങ്കിൽ ഫോൺ എടുക്കാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള ആ ഒരു USB ഒക്കെ ആക്സസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ആ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ട്രെയിൻ സെലക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഈ മോഡ് സെലക്ടറൊക്കെ കുറച്ചും കൂടി ന്യൂ ജെൻ ആക്കാമായിരുന്നു. കുറച്ച് ടച്ച് പാഡ് പോലത്തെ ആണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരുന്നു. സോ ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അതും കൂടി നന്നാക്കിയിരുന്നെങ്കിൽ അടിപൊളി തന്നെ. ഗിയർ സെലക്ടറിൻ്റെ അകത്ത് ഞാൻ ഹാപ്പി അല്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു 2025 വണ്ടിയുടെ അകത്ത് ഇതിലൊക്കെ കുറച്ചും കൂടി മാറ്റങ്ങൾ വരായിരുന്നു. ഈ ഒരു ക്ലംപ്സിനെസ്സും ആ ശബ്ദമൊക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് സ്ഥിരമായി ടാറ്റയുടെ വാഹനങ്ങളിൽ കാണുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പ്രാക്ടിക്കാലിറ്റിയുടെ കേസിൽ വേറെ ഈ ഒരു ഇഷ്യൂ അല്ലാതെ വേറെ മെയിനായിട്ടൊരു ഇഷ്യൂസ് ഒന്നുമില്ല. ഇവിടെ ഗ്ലോ ബോക്സും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. സോ ഇനി ഇതിൻ്റെ കൂടെ എടുത്ത് പറയേണ്ട ഒരു നല്ല കാര്യം എന്താ വെച്ചാൽ ഈ വണ്ടിക്കകത്ത് ഇൻബിൽറ്റ് DVR വരുന്നുണ്ട്. സോ ഫ്രണ്ടിലും റിയറിലും ക്യാമറ നോൺ സ്റ്റോപ്പായിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സേഫാണ്. നമ്മൾ എവിടെയൊക്കെ വണ്ടി നിർത്തി പോയി കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് ഒരു സെൻസർ ഉള്ള കാരണം ഇപ്പോൾ ബൈ ചാൻസ് ആരെങ്കിലും എന്തെങ്കിലും ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കലി ഇത് സേവ് ചെയ്തൊരു ഫോട്ടോയിലേക്ക് മാറ്റി വയ്ക്കും. സോ ഇപ്പോഴത്തെ ന്യൂ ജെൻ വണ്ടികളിലെ എല്ലാത്തിലും ഉണ്ട്, ആ ഒരു സംഭവം ഇതിനും കൂടി വരുന്നുണ്ട്. സോ അതും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി റിയർ സ്പേസ് പെട്ടെന്ന് ചെക്ക് ചെയ്യാം, അതിനുശേഷം നമുക്ക് ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യാം. Harrier.evയുടെ സെക്കൻഡ് റോയിൽ വന്നിരിക്കുമ്പോൾ ഫ്ലാറ്റ് ഫ്ലോർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഇതിനകത്ത് വരുന്നത് തിയേറ്റർ സ്റ്റൈൽ ഓഫ് സീറ്റിംഗ് ആണ്. നമുക്ക് കുറച്ചുകൂടി ഹൈറ്റിലിരിക്കാം ഇഫ് കമ്പയർ ടു ഫ്രണ്ട് സീറ്റ്സ്. അത് കാരണം നമുക്ക് വിസിബിലിറ്റി പ്രോപ്പർ ആയിരിക്കും. അമിനിറ്റീസ് നോക്കുകയാണെങ്കിൽ AC ഉണ്ട്, റിയറിൽ 2 USB-C ഉണ്ട് വിത്ത് 65 വോൾട്ട്. അതിൽ സുഖമായിട്ട് നമുക്ക് 2 ലാപ്ടോപ്സ് നോൺ സ്റ്റോപ്പായിട്ട് ചാർജ് ചെയ്യാം. ഫ്രണ്ടിൽ ഒരു 45 വോൾട്ട് ഉണ്ട്. പിന്നെ നമുക്കിവിടെ സൺ ബ്ലൈൻഡ് വരുന്നുണ്ട്. പാനോറമിക് സൺ റൂഫ് കാരണം ആ ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ ഇല്ല. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്, പ്രത്യേകിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലോങ് ക്രൂസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല പോവില്ല. അപ്പോൾ അതാണ് ബേസിക്സ്. അതുപോലെ റിയറിലെ വലിയൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. സോ ഫാമിലിക്ക് സുഖകരമായിട്ട് ഈ വാഹനത്തിനകത്ത് യാത്ര ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു 64% SOCയിലാണ് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഹോട്ടലിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇതിനെ മാക്സിമം നമ്മൾ പുഷ് ചെയ്ത് ഓടിക്കുന്നു, അതിൻ്റെ റിയലിസ്റ്റിക് റേഞ്ച് എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതായത് ഒരു ഐസ് വാഹനം പോലെയാണ് ഇന്ന് മൊത്തം ഞാൻ EV ഓടിച്ചത്. അങ്ങനെ ഓടിച്ചിട്ടും ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇതിനകത്ത് 64% ബാലൻസ് ഉണ്ട്. അത് വെച്ചിട്ട് ഈ വാഹനത്തിന് സുഖമായിട്ടൊരു 214 കിലോമീറ്റർ പോകാൻ സാധിക്കും. സോ ആക്ച്വലി ഇവിടുന്ന് ജയ്പൂരിലേക്ക് പോകാൻ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ഈ വണ്ടിയായിട്ട് പോകാൻ സാധിക്കും. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. സോ ഇവിടുന്ന് ഞാൻ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോഴും ഇതേപോലെ ഈ വണ്ടീനെ ഞാൻ എങ്ങനെ ഓടിച്ചു കൊണ്ടുവന്നത് അതേപോലെ തന്നെ ഓടിക്കും. അതിനുശേഷം ഹോട്ടലിലെത്തിയിട്ട് കൃത്യമായിട്ടുള്ള കണക്ക് നോക്കും. അതായത് ഞാൻ അവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ മോർ ദൻ ഒരു 450+ ആയിരുന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ എത്ര ഉണ്ട് റേഞ്ച്, ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വേർഡിക്റ്റ്. ഇനി കുറച്ച് പോയിന്റ്സ് കൂടി ഹൈലൈറ്റ് ചെയ്യാൻ തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കമാൻഡിങ് ആയിട്ടുള്ള ആ ഒരു സീറ്റിംഗ് പൊസിഷൻ, നമുക്ക് റോഡ് മൊത്തം കാണാൻ സാധിക്കും. ഈവൻ ബോണറ്റിൻ്റെ 2 എൻഡും കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ സീറ്റ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ബോൾസ്റ്റേഴ്സ് നല്ലതാണ്, വെന്റിലേഷൻ ഫെസിലിറ്റി ഉണ്ട്. സോ അതിൽ നമുക്കൊരു 10-ൽ 8 മാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എയർകോൺ പ്രോപ്പർലി വർക്ക് ചെയ്യുന്ന ഡൽഹിയിലാണ്, നല്ല ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷേ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അതുമാത്രമല്ല ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിൽ ബ്ലോവർ വെച്ചാലും നമുക്ക് നല്ല രീതിയിൽ തണുപ്പാണ്, ഫ്ലോ പ്രോപ്പറാണ്. ഇതെടുത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ബ്രാൻഡഡ് വാഹനങ്ങൾ പ്രത്യേകിച്ച് മെർസിഡീസ് അതുപോലെ തന്നെ BMW വാഹനത്തിലൊക്കെ ഓടിക്കുമ്പോൾ ലോ എൻഡിലേക്ക് പോകുമ്പോൾ ബ്ലോവർ സ്പീഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് ACയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫ്ലോ കിട്ടാറില്ല. സോ ആ ഒരു കേസിൽ പ്രത്യേകിച്ച് ഈ ഒരു വണ്ടിയെക്കുറിച്ച് എനിക്ക് എടുത്ത് പറയണം തോന്നി. അപ്പോൾ അവിടെയും ഒരു 8/10 കൊടുക്കാൻ സാധിക്കും. മൊത്തത്തിൽ ഒരു പാക്കേജ് എന്ന രീതിക്ക് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് പോലും നമുക്ക് ഫറ്റീഗ് ഇല്ല. അതുപോലെ തന്നെ വേറൊരു പ്രശ്നവുമില്ല. ചെറുതായിട്ട് ആ ഒരു NVH കാരണം ആ ഒരു ടയർ നോയ്സ് വരുന്നു. അതുപോലെ ട്രിപ്പിൾ ഡിജിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ആ ഒരു വിൻ നോയ്സും വരുന്നു എന്നല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഈ വണ്ടിയിടത്തില്ല. ഇനി എടുത്ത് പറയേണ്ട ഈ മാത്രമായിട്ടുള്ള സൗണ്ട് സിസ്റ്റമാണ്. ഇതിനകത്ത് JBLൻ്റെ ബ്ലാക്ക് എന്ന സീരീസാണ് വരുന്നത്. അൽഗോറിതം ഒരു രക്ഷയില്ല. 10 സ്പീക്കേഴ്സാണ്, അതിൻ്റെ തോന്നുന്നു സബ് വൂഫറാണ്. സോ ഔട്ട്പുട്ട് എന്തായാലും നിങ്ങൾക്ക് സൗണ്ട് ട്യൂണിങ്ങിൽ കേൾക്കാൻ സാധിക്കും. ഞാൻ ആക്ച്വലി ഇംപ്രസ്ഡ് ആണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. കാരണം ഇതിനകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഒരു EV ഓടിക്കുമ്പോൾ ഒരു ഐസിൻ്റെ ഫീൽ കിട്ടുന്നതാണ് എൻ്റെ ഒരു ബെഞ്ച് മാർക്ക്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എവിടെയും ഇതൊരു EV എന്ന ഫീൽ ഇതുവരെ തന്നിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ റേഞ്ച് അവിടെ എത്തിയതിൻ്റെ ശേഷം നോക്കാം. ലൈക്ക് ഇപ്പോൾ ഓക്കെയാണ്, 54% മാത്രമേ ആയിട്ടുള്ളൂ. അത് വെച്ചിട്ട് ഇനി എനിക്ക് സുഖമായിട്ടൊരു 100+ കിലോമീറ്റർ ചെയ്യാണ്ട് അത് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓടിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന പോലെ സ്പോർട്ട് മോഡിലാണ്. സ്പോർട്ട് മോഡിൽ നിന്ന് വണ്ടി മാറ്റിയിട്ടില്ല. റീജൻ്റെ ലെവൽസ് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി റീജൻ ഓഫാണ്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ സംസാരിക്കാൻ വേണ്ടി ഒന്ന് സ്ലോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ വീണ്ടും പോവുകയാണ്. ഇനി ഇതിനകത്ത് ഒരു മോഡിനെ കുറിച്ച് ഞാൻ എടുത്ത് പറഞ്ഞില്ല. ഇതിനകത്ത് നമുക്കൊരു ബൂസ്റ്റ് മോഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ്
സ്പീഡ് എന്ന് പറയുന്നത് സ്പോർട്ട് മോഡിനകത്ത് 172 ലിമിറ്റഡ് ആണെങ്കിൽ ബൂസ്റ്റിലേക്ക് പോകുമ്പോൾ അത് ഒരു 180 വരെ പോകാൻ സാധിക്കും. ഐ തിങ്ക് ഇനി ഒരു 4% വരെ ബൂസ്റ്റ് മോഡ് വർക്ക് ചെയ്യില്ല, അതിനുശേഷം ബൂസ്റ്റ് മോഡ് വർക്ക് ചെയ്യില്ല, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. സോ Harrier.ev ഇതുവരെ ഇംപ്രസീവ്. Harrier.ev ആര് ടെസ്റ്റ് ഡ്രൈവ് ചെയ്താലും അവർ ഫസ്റ്റ് നോട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഇതിനകത്ത് വരുന്നത് ആ ഒരു സസ്പെൻഷൻ്റെ പ്രത്യേകത. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിനകത്ത് വരുന്ന മൾട്ടി ലിങ്ക് സസ്പെൻഷൻ വിത്ത് FSD എന്ന് പറയും, ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പിംഗ് വരുന്നുണ്ട്. അത് കാരണം തന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോൾ നല്ല ഹൈവേ കണ്ടീഷൻസിൽ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആൻഡ് കുഷൻ റൈഡ് ആയിരിക്കും. ഈവൻ നമ്മൾ ഗട്ടർ റോഡിൽ പോയാലും ആ ഒരു കുഷനി റൈഡ് കിട്ടും. അത് പക്ഷേ നമുക്കൊരു സ്റ്റെബിലിറ്റി വേണം, നമുക്ക് ഇതിൻ്റെ 150 മുകളിലൊക്കെ ഓടിക്കണം എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു റിജിഡ്നെസ്സും കൂടി ഈ സസ്പെൻഷൻ നൽകും. ഇതാണ് ഇതിൻ്റെ ഒരു യൂണീക്നെസ്. അത് കാരണം തന്നെ നമ്മൾ ഹാരിയർ ഓടിക്കുമ്പോൾ ഇതിന് മുമ്പത്തെ ആ ഒരു ഐസ് ഹാരിയറിനെക്കാട്ടിലും ആ ഒരു മാറ്റം നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. ഇന്നത്തെ ഡ്രൈവിൽ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നോർമലി ടാറ്റയുടെ വാഹനങ്ങളൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ മിക്ക ആളുകളും ഗ്ലിച്ചസിൻ്റെ കാര്യം പറയും, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ മുമ്പത്തെ ജനറേഷൻ ഓഫ് ടാറ്റ EVs ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോരോ ജനറേഷൻ അനുസരിച്ച് ഇതിനകത്ത് ഗ്ലിച്ചസ് കുറഞ്ഞു വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൽ ഒരു ഗ്ലിച്ച് പോലും ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു മാത്രമല്ല എല്ലാ ഭാഗങ്ങളും, ഇപ്പോൾ മെക്കാനിക്കൽ ഭാഗങ്ങൾ മാത്രമല്ലാതെ തന്നെ ഇതിനകത്തുള്ള ഇലക്ട്രോണിക്സ് ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും ഹ്യുണ്ടായി വണ്ടികളുടെ എഡാസിൻ്റെ അത്രത്തോളം ബാക്കിയുള്ള വണ്ടികളുടെ എഡാസ് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇന്ത്യൻ കണ്ടീഷൻ ലേൺ ചെയ്തിട്ടുണ്ട്. സോ അത് കാരണം തന്നെ നമുക്ക് കുറച്ചും കൂടി ധൈര്യത്തോടെ Harrier.ev ഇരിക്കാം. അങ്ങനെ രാവിലെ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്തപ്പോൾ ഒരു 97% ആയിരുന്നു, 96-97%. ഇപ്പോൾ തിരിച്ചെത്തിയപ്പോൾ 27% ബാലൻസ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ SOCയിൽ കാണിച്ചത് 400+ അറൗണ്ട് ഒരു 450 സംതിങ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം 101 ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വണ്ടി നമ്മൾ സ്പോർട്ട് മോഡിൽ നിന്ന് മാറ്റിയിട്ടില്ല, റീജൻ യൂസ് ചെയ്തിട്ടില്ല. സോ എന്നിട്ടും 100ൻ്റെ മുകളിൽ ഇത് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നു, പ്രോപ്പറായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. അതിനുശേഷം വേർഡിക്റ്റ് ഓൺ ടാറ്റ Harrier.ev. സോ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ച് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഈ വണ്ടി ഞാൻ ഇവിടുന്ന് എടുത്തപ്പോൾ ഇതിനകത്ത് 96-97% ചാർജ് ഉണ്ടായിരുന്നു. അത് വെച്ച് SOC കാണിച്ചത് സ്പോർട്ട് മോഡിൽ 453 കിലോമീറ്റർ പോകാൻ സാധിക്കുന്നതാണ്. ഞാൻ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് 203 കിലോമീറ്ററാണ്. അപ്പോൾ ഞാൻ ഓടിച്ച രീതി നിങ്ങൾക്കറിയാം, സ്പോർട്ട് മോഡ് അല്ലാതെ ഉപയോഗിച്ചിട്ടില്ല, റീജൻ യൂസ് ചെയ്തിട്ടില്ല. മാക്സിമം ഇതിനകത്ത് എന്തൊക്കെ വയ്ക്കാം പാട്ട് വെച്ച് അങ്ങോട്ട് ബഹളാക്കി പോയി തിരിച്ചു വന്നു. അത് മാക്സിമം കൺസപ്ഷൻ ചെയ്തു. ടോപ്പ് സ്പീഡ് 182 അച്ചീവ് ചെയ്തു ബൂസ്റ്റ് മോഡിൽ, അതുപോലെ തന്നെ സ്പോർട്ട് മോഡിൽ 171. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഓടിച്ചത്, നിങ്ങൾ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. ഇനി ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ബാലൻസ് കാണിക്കുന്നത് 26%. അത് വെച്ചിട്ട് ഈ വണ്ടിക്ക് ഇതേപോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 102-103 കിലോമീറ്റർ പോകാൻ സാധിക്കും. സോ ടോട്ടൽ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ 453 ആയിരുന്നു ഇവിടുന്ന് എടുത്തപ്പോൾ. അപ്പോൾ 200 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ ശരിക്കും കാണിക്കേണ്ട ഒരു 250 കാണിക്കണം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏകദേശം 104 മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ ഈ കുറഞ്ഞതിൻ്റെ റീസണാണ് ഞാൻ ഈ പറഞ്ഞ റീസൺ. അതായത് ഈ വണ്ടീനെ അതുപോലെ ഓടിച്ചുകൊണ്ടാണ് ഇത് കുറഞ്ഞത്. ഇനി നമ്മൾ ഈ വണ്ടീനെ കുറച്ചും കൂടി നോർമലായിട്ട് ഓടിക്കുകയാണെങ്കിൽ, ലൈക്ക് നമ്മൾ ഒരു EV പോലെ ഓടിച്ചു കഴിഞ്ഞാൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന, ലൈക്ക് ടാറ്റ ക്ലെയിം ചെയ്യുന്ന C75 പറഞ്ഞ ഒരു അറൗണ്ട് 500 റേഞ്ച് ഇത് ഷുവർ ഷോർട്ടായിട്ട് നൽകും. ഇതായിരുന്നു ഇന്ന് ടാറ്റ Harrier.evയുടെ വേർഡിക്റ്റ്. ഇനി എനിക്ക് ഈ വണ്ടിനകത്ത് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഈ വണ്ടി നമുക്ക് ധൈര്യത്തോടെ വാങ്ങാം. നിങ്ങൾക്ക് ഇതിൻ്റെ സസ്പെൻഷൻ അതിഗംഭീരമായിട്ട് ഇഷ്ടപ്പെടും. ഈ വണ്ടി ഓൾ വീൽ ഡ്രൈവ് വണ്ടിയാണ്. സോ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഹാൻഡ്ലിംഗ് എടുത്ത് പറയാം. അതുമാത്രമല്ല ഈ വണ്ടിനകത്ത് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഹിവാന്തിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. സോ എക്കോസ്റ്റിക്കലി വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ട് നല്ല രീതിക്കുള്ള ഔട്ട്പുട്ടാണ് എൻ്റെ സൗണ്ട് സിസ്റ്റം നൽകുന്നത്. ഇന്ന് ഡൽഹിയിൽ ഓടിച്ചപ്പോൾ നല്ല മഴയായിരുന്നു. സോ വാട്ടർ വെയിറ്റിംഗ് കപ്പാസിറ്റി കോമ്പറ്റീറ്റർ വെച്ച് നോക്കുമ്പോൾ അതിന് കൂടുതലാണ്. ഇനി നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് സൗണ്ട് ട്യൂണിങ്. സോ പുതിയ Harrier.ev എങ്ങനെയുണ്ട്? ഞാൻ ഇംപ്രസ്ഡ് ആണ്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് JBL സൗണ്ട് മോഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി മോഡൊന്നും ഉപയോഗിക്കില്ല, നമ്മുടെ സ്വന്തമായിട്ടുള്ള സെറ്റിങ്സ് ആണ്. അത് വെച്ചിട്ട് അതിഗംഭീരമായിട്ടെന്ന് ഞാൻ പറയും, പക്ഷേ നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയാം. നമ്മൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള റീൽ നമ്മുടെ ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതിനെങ്ങനെ ട്യൂൺ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ആദ്യം തന്നെ മെനു ഒന്ന് സെറ്റിങ്സിലേക്ക് പോവുക, ഓഡിയോ ഉണ്ട്, ഓഡിയോ എടുക്കുക. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈക്വലൈസർ പോവുക. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. സോ ബേസ് +6 വയ്ക്കുക, മിഡ് +1 വയ്ക്കുക, ട്രബിൾ
+8 വെക്കുക, ബാലൻസ് ആൻഡ് ഫീഡറിൻ്റെ അകത്ത് R1 വെക്കുക. ഇത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ അകത്ത് കുറേ JBL മോഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സെറ്റിങ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഏത് പാട്ട് കേട്ടാലും നിങ്ങൾക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് JBLൻ്റെ ബ്ലാക്ക് സീരീസിൻ്റെ അൽഗോരിതമാണ്. അത് മാത്രമല്ല ഇതിനകത്ത് വരുന്ന 10 സ്പീക്കേഴ്സാണ്, അതിൻ്റെ അകത്ത് 1 സബ് വൂഫറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും നല്ല ഔട്ട് വരാനുള്ള കാരണം കൂടി ഞാൻ പറയാം. കാരണം ഇത് വെൽ പാക്ഡ് ആണ്. ഹാരിയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഹാരിയറിൻ്റെ ബേസിക്കലി ഇതിൻ്റെ അകത്ത് ചെയ്ത ഡാമ്പിങ്ങും അതുപോലെ തന്നെ അത് യൂസ് ചെയ്ത മെറ്റീരിയൽസൊക്കെ കുറച്ചും കൂടി അബ്സോർബൻ കാറ്റഗറി വരുന്ന മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് റിഫ്ലക്ഷൻസ് ഇല്ലാതെ കിട്ടും. സോ ഇതായിരുന്നു ഈ ഒരു വണ്ടിയുടെ സൗണ്ട് ട്യൂണിങ്. സോ ഈ ഒരു വണ്ടി വാങ്ങുന്നവർ ഉറപ്പായിട്ടും ഇത് ട്യൂൺ ചെയ്ത് നോക്കുക. സോ ഇതൊക്കെയായിരുന്നു ടാറ്റ ഹാരിയർ.EV ഇന്ന് ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എക്സ്ക്ലൂസീവ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സ്ക്ലൂസീവ് കോണ്ടന്റിന് വേണ്ടിയിട്ട് ഓൾ തിങ്സ് ഓട്ടോ ഇതുവരെ യൂട്യൂബിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.